ഹലോ, ഞാൻ തന്നെ ഇതുമിട്ടായിടാൻ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ അതിൽ ഇന്ന് എൻ്റെ ജിതിൻ്റെ ചേച്ചി, അതായത് എൻ്റെ നാത്തു, ആളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞങ്ങൾ പോകാനുള്ള തത്രപ്പാടിലാണ്. എൻ്റെ കയ്യിൽ മാസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഉണ്ണിയുടെ 2 സ്പെയർ ഡ്രസ്സ്, ഉണ്ണി അമ്മയുണ്ട് കൂടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങൾ പറയാണ്ടൊരു വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ ആയ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പോക്കുവരവുകൾ വളരെ കുറവാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ്. എല്ലാം സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്താൽ മതിയല്ലോ. എന്നിട്ട് എന്തായാലും ഞങ്ങളിന്ന് പോവുകയാണ്. അപ്പോൾ ചേച്ചിനെ ഒന്ന് ഞെട്ടിച്ച് കളയാമെന്നാണ് വിചാരിച്ചത്. ഞെട്ടു, അത് ഞങ്ങൾ തിരിച്ച് ഞെട്ടു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമുക്ക് പോവാട്ടോ. അതാ ജിതും വരുന്നുണ്ട്, കാറ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഞാൻ മാറിയില്ലെങ്കിൽ എന്നെ തട്ടി താഴെ ഇടുന്ന ഷുവറാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് വ്ളോഗിങ്ങിലോട്ട് പോവാട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പോണ വഴിക്ക് നമുക്കൊരു കൊച്ചു കേക്ക് വാങ്ങണം. മിക്കതും ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുക നവ്യെന്ന് തന്നെ വാങ്ങാനായിരിക്കും. പോകുന്ന വഴിക്ക് നവ്യല്ലോ, അങ്ങനെ നല്ലൊരു ബേക്കറി നോക്കിയിട്ട് കേക്ക് വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് കട്ട് ചെയ്യണം. ബാബുച്ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിലൂടെ വീഡിയോ കോൾ ഇട്ടിട്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. ഓക്കെ. എന്താ, കാശിക്കുട്ടൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാശിക്കുട്ടൻ ടാറ്റ ബബ്ബി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഓഞ്ച് കാശിക്കുട്ടൻ എൻ്റെ കഴിച്ചിട്ടുണ്ട്. ഓഞ്ച് ഭയങ്കര വലിയൊരു ഷോപ്പാണ് നവ്യ ബേക്കറിയിൽ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കേക്ക്സ് കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ. ഷോപ്പല്ല, ബേക്കറി. മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. മാസ്ക് ഒന്നും ചെറുതായിട്ട് പോലും മാറ്റുന്നില്ല. N95 തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പോകുമ്പോൾ മിക്കവരും എന്നല്ല, എല്ലാവരും N95 മാസ്ക് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സേഫ്റ്റി അഷ്വർ ചെയ്യണം. അപ്പോൾ നല്ല കേക്ക് നോക്കിയിട്ടാണ് ഞാനിന്ന് വാങ്ങുന്നുണ്ട്. നമുക്ക് നവിയിലോട്ട് പോകാം. ഓക്കെ. എനിക്ക് നല്ലൊരു കേക്ക് വേണം. ഇപ്പോഴത്തേക്കാണ്. ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ട് ചെയ്യുള്ളൂ. എനിക്ക് കേക്ക്സ് ഒന്ന് പറഞ്ഞു തരുമോ, ഏതൊക്കെയാണ് ഉള്ളതെന്ന്? ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ട്രിപ്പിൾ ഹാഫ് kg വേണമെങ്കിൽ. ട്രിപ്പിൾ ഹാഫ് kg പറഞ്ഞ് അല്ല, ആ കേക്കിന് എന്താ പ്രത്യേകത? ചോക്ലേറ്റ് ട്രഫിൾ. ഓക്കെ. ഇതല്ലാതെ 1 kg ഇല്ലേ? അതെ, കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ചേട്ടന്റെ പേരെന്താ? ജോ. ചേട്ടൻ്റെയോ? ചേട്ടാ, ഞങ്ങൾക്ക് ചോക്ലേറ്റ് ട്രഫിൾ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങളുടെ ഭയങ്കര ഹൈലൈറ്റ് കേക്ക് ചോക്ലേറ്റ് ട്രഫിൾ ആണല്ലോ. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ കിട്ടും. ദൈവത്തിനറിയാം. ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണേ, വയറിലാവും. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനി പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യം, വീട്ടുകാരുടെ ഭാഗ്യം. കേട്ടല്ല, കാടോ. ഞാനേ കേക്കിൽ പേര് എഴുതാൻ മറന്നുപോയി. കേക്ക് വാങ്ങി ധൃതിയിൽ പുറത്തിറങ്ങാം എന്നുള്ള ഇതിലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായ പേര് എഴുതിയില്ലല്ലോ. അപ്പം നമുക്ക് പേര് എഴുതാനായിട്ട് ഒരിടത്ത് കൊടുത്തേക്കാണ്. വെഡിങ് ആനിവേഴ്സറി അല്ല? ആ, വെഡിങ് ആനിവേഴ്സറി. B for ball. Baba. BA ബാബ. താങ്കൾ ഭയങ്കര ആർട്ടിസ്റ്റാണ് കേട്ടോ. കുഴപ്പമില്ല. B for ball. അല്ല, മാസ്ക് വെച്ചിട്ടുള്ള കാരണം നമ്മൾ പറയണതൊന്നും കേൾക്കുന്നില്ല. പുറത്തേക്ക് പകുതി വരുന്നുള്ളൂ. പുതിയ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കൊടുക്കണ്ടല്ലോ. അല്ല, ഇതാളുടെ ശരിക്കുള്ള പേരാണ്. ഹാർട്ട് വരച്ചോളൂ, അവിടെ വെച്ചോളൂ.
സ്ഥലം ഇവിടെ ചെല്ലുന്നത്. ആ ഞാൻ ബേക്കറിയുടെ പേര് ഇപ്പോഴും പറയാണ് നവ്യ ബേക്ക് ഹൗസ് കേട്ടോ. നല്ല സൂപ്പർ കേക്കാണ് ഇവിടുത്തെ. അപ്പോൾ നവ്യ ബേക്ക് ഹൗസിലോട്ടാണ് വന്നിട്ട് ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് വാങ്ങി പോകുന്ന കേക്ക്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നെയിമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചേട്ടൻ. എന്നിട്ട് നമുക്ക് പോവാം. അപ്പം നമുക്ക് പോവാം, കേക്കൊക്കെ വാങ്ങി നവ്യന്ന് പോവാം കേട്ടോ. സ്ലൈഡിങ് ഒക്കെയാണ്. ഇനിയിപ്പോൾ ജിതിന് എവിടെയാണെന്ന് അറിയില്ല. നമുക്ക് വണ്ടി ക്രോസ് ചെയ്യാം. ദൈവമേ, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ആ താങ്ക് യു ചേട്ടാ. ചേട്ടൻ ക്രോസ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നല്ല ചേട്ടനായിരുന്നു ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ. സർപ്രൈസ്. ചക്കര മൂവ അമ്മായി അമ്മായിയുടെ വീടാണിത്. നന്ദു ഇതാണ് അമ്മ. നന്ദു ഇവിടെ നോക്കി. അപ്പൊ അങ്ങനെ നമ്മള് ചേച്ചിയുടെ വീടെത്തിയപ്പോ ശരിക്ക് സർപ്രൈസ് ആയത് തന്നെയാണ്. വേറൊന്നല്ല, സർപ്രൈസ് എല്ലാം പൊളിച്ചു. അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നു. എനിക്കതറിയായിരുന്നു, ഞാൻ പിന്നെ പറഞ്ഞില്ല എന്നുള്ളൂ. എന്നിട്ട് ഞാൻ ജീനോട് പറഞ്ഞു നീ സർപ്രൈസ് ആണോ ആക്ട് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു അപ്പൊ ഞാനാണ് ശരിക്കും സർപ്രൈസ് യൂഷ്വലായിരുന്നു ചേച്ചിയുടെ. അതെ, അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കര ഇരുട്ടായിരുന്നു. കാരണം അവള് ഗേറ്റ് സാധാരണ തുറന്നിടാറുണ്ട്, അതൊക്കെ അടച്ചിട്ടു. ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവള് കുറച്ച് സർപ്രൈസ് ആക്കാൻ നോക്കിയതാണ്. ഇവിടെ കുറച്ച് സർപ്രൈസ് ആയി. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, ലൈറ്റ് ഇല്ലാത്ത കാരണം. അപ്പോൾ സംഭവം ഇതൊക്കെയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് വീട് ഇവിടെ വേണ്ടത്, നല്ല പച്ചക്കറി തോട്ടവും. പിന്നെ അതല്ല, എനിക്ക് വേറെ ഒരു കാര്യം പറയാനുണ്ട്. അത്യാവശ്യം ഗാർഡൻ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്ന ആളാണ് ചേച്ചി. ഇതാ ഇവിടെ ഓർക്കിഡ്, നല്ലൊരു വെറൈറ്റി ഓർക്കിഡാണ്. അത് കണ്ടില്ലേ, കാലത്ത് വരുന്നതൊക്കെ എടുക്കണമെങ്കിൽ ചെത്തിപ്പൂ പോലെയാണ് ഈ ഓർക്കിഡ്. ഇത് ഓർക്കിഡാണ്, ഒരു ടൈപ്പ് ഓർക്കിഡ്. ചെത്തിപ്പൂ പോലെയില്ലേ നിൽക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഭംഗിയാട്ടോ. പിന്നെ അത് വൈറ്റ് കളറാന്ന് തോന്നുന്നുണ്ട്. ഓ, പിന്നെ നല്ല പച്ചക്കറി തോട്ടം ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കണ്ടില്ലേ, ഇത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ കാബേജ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. സർപ്രൈസ് ആയില്ലേ അപ്പൊ നിനക്ക്? നന്ദു നന്ദു വേണം. നന്ദു കേട്ടോ നമ്മുടെ ചെക്കനാണ്. ബാബുചേട്ടൻ വീഡിയോ കോൾ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട്. വിളിച്ചപ്പോൾ ആള് തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ബാബുചേട്ടൻ കോൾ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് കാശിക്കുട്ടൻ എന്ത് ചെയ്തു, കട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ വക ഇതുകളും ചെയ്തു. കാശിക്കുട്ടനും ചേച്ചിയും കൂടി കട്ട് ചെയ്തു. അപ്പോൾ അതാ ഇപ്പോഴാണ് കേട്ടോ ബാബുചേട്ടൻ വിളിക്കണം. അപ്പോൾ വീണ്ടും അവർ രണ്ടാളും കൂടി ആ കേക്ക് കട്ട് ചെയ്യാണ്. ഇതാ ജീന ചേച്ചി ഇപ്പൊ ബാബുചേട്ടൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ബാബുചേട്ടാ കാണണ്ടല്ലേ? ബാബുമാമനെ കാണില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിലുള്ളൊരു കൊച്ചു സന്തോഷമാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. വീഡിയോസും മേജർ പോർഷൻ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. മറന്നു പോയത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കേട്ടോ. സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ബൈ.